Hi students, we are discussing depreciation, that is diminishing balance method of depreciation. Okay, നമ്മൾ രണ്ട് പ്രോബ്ലം ചെയ്തിട്ടുണ്ട് diminishing balance methodൽ. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാ നോക്കാം. What are the advantages of diminishing balance method? This method is also simple to understand and easy to follow. Though calculations of depreciation is slightly complicated. So diminishing balance method എന്ന് പറഞ്ഞാൽ സിമ്പിൾ തന്നെയാണ്, പക്ഷേ കാൽക്കുലേഷൻസ് ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. It ensures a fairly even charge to profit and loss account on account of both depreciation and repairs. ഇവിടെ ഡിപ്രീസിയേഷനും അതേപോലെ റിപ്പയേഴ്സിനും കൂടി ഒരു ഫെയർ ചാർജസ് ആണ് ഇവിടെ വരുന്നത്. കാരണം നമ്മൾ ഫിക്സഡ് മെത്തേഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫെയർ ചാർജസ് ആണ്. ദിസ് ഈസ് പോസിബിൾ ബിക്കോസ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഡിക്രീസസ് ഇയർ ആഫ്റ്റർ ഇയർ വൈൽ ദ ചാർജ് ഓഫ് റിപ്പയേഴ്സ് ഗോസ് ഓൺ ഇൻക്രീസിങ് ഇയർ ആഫ്റ്റർ ഇയർ. സോ ഇവിടെ നമുക്ക് ഡിപ്രീസിയേഷനും റിപ്പയേഴ്സും തമ്മിലൊരു വ്യത്യാസം എന്ന് പറയുന്നത്, റിപ്പയേഴ്സ് എന്ന് പറയുന്നത് ഓരോ വർഷം കഴിയുന്തോറും എമൗണ്ട് കൂടി വരും. ഒരു അസറ്റിന്റെ യൂസേജ് കൂടുന്തോറും റിപ്പയർ ചാർജസ് കൂടും. ബട്ട് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഓരോ വർഷം കഴിയുന്തോറും കുറയാണ് ചെയ്യുക ഡിപ്രീസിയേഷന്റെ വാല്യൂ. അപ്പൊ നമ്മുടെ ഈ ഒരു മെത്തേഡ് ഫെയർലി നല്ലൊരു മെത്തേഡാണ്, ഫെയർ മെത്തേഡാണ്, കറക്റ്റ് മെത്തേഡാണ്. ഡിപ്രീസിയേഷന്റെ കാൽക്കുലേഷൻ വളരെ കൃത്യമായ രീതിയിൽ കാണിക്കുന്നുണ്ട് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, one of the important limitation of this method is that the value of the asset cannot be brought down to zero. ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും സീറോയിലേക്ക് എത്തുന്നില്ല. വാല്യൂ കുറച്ച് വരും എന്നല്ലാതെ ഒരിക്കലും സീറോ വരുന്നില്ല വാല്യൂ. So even if the asset is put out of use, they have been certain book value. So അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അസറ്റ് ഉപയോഗിക്കാതെ വെക്കുകയാണെങ്കിൽ പോലും അവിടെ ഒരു എമൗണ്ട് ബുക്ക് വാല്യൂ എപ്പോഴും ഉണ്ടായിരിക്കും. This amount does not take into account of loss of interest on money invested in the asset. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് പ്രകാരം നമ്മൾ എന്ത് ശ്രദ്ധിക്കുന്നില്ല, നമ്മളൊരു ലോൺ എടുത്തിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അസറ്റ് വാങ്ങുന്നത്. സോ ആ ഒരു കൺസിഡറേഷൻ, അപ്പം അതിന് ചിലപ്പോൾ ഇൻട്രസ്റ്റ് നമ്മൾ വരുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്ത പൈസ നമ്മൾ ഈ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ. സോ അതൊന്നും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. നെക്സ്റ്റ് വരുന്നത് the determination of a suitable rate of depreciation is also difficult under this method. അതേപോലെ തന്നെ ഇവിടെ ഒരു സ്യൂട്ടബിൾ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കണക്കാക്കുക എന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഡിപ്രീസിയേഷന്റെ പെർസെൻറ്റേജ് കണക്കാക്കുന്നതും കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു മെത്തേഡ് പ്രകാരം. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഡിപ്രീസിയേഷന്റെ റേറ്റ്, അതായത് ഇപ്പോൾ 5% ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ 10% ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, അതെങ്ങനെ കൊടുക്കാം എന്നതാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതും കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു മെത്തേഡ് പ്രകാരം. നമ്മുടെ എക്സാമ്പിൾ പറയുന്നത് 1 - n റൂട്ട് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ഒറിജിനൽ കോസ്റ്റ്. 1 - n എത്ര നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എന്താ സ്ക്രാപ്പ് വാല്യൂ പറഞ്ഞാൽ എന്താ, ഒരു അസറ്റ് ഫുള്ള് ഉപയോഗിച്ചിട്ട് ലാസ്റ്റ് വരുന്ന വാല്യൂ ഡിവൈഡ് ബൈ ഒറിജിനൽ കോസ്റ്റ്. ഇതാണ് ശരിക്കും റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. കാണുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിൽ നമ്മൾ കുറച്ചുകൂടി ഈസി ആയിട്ടാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത്, പക്ഷെ ഇവിടെ ചെറിയൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. പല രീതിയിൽ നമുക്ക് ഈ മെത്തേഡ് അറിയപ്പെടുന്നുണ്ട്. സം ഓഫ് ഡബിൾ ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡ്, സം ഓഫ് ഇയർ ഡിജിറ്റ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ നമ്മൾ ഡിമിനിഷിംഗ് മെത്തേഡ് അറിയപ്പെടുന്നുണ്ട്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി ഇതിൽ ഈ ഒരു മെത്തേഡ് അടുത്ത ക്വസ്റ്റ്യൻ ചിലപ്പോൾ എക്സാം ചോദിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആൻഡ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. സോ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡും തമ്മിലെ വ്യത്യാസം എന്താണെന്നാണ്. സോ ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ഒറിജിനൽ കോസ്റ്റ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിൽ എന്താണ് നമ്മൾ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത് ഒറിജിനൽ കോസ്റ്റിലാണ്. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിലോ റിട്ടേൺ ഡൗൺ വാല്യൂലാണ്. അതായത് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിൽ എപ്പോഴും നമ്മൾ ബുക്ക് വാല്യൂ എത്രയാണ് അതിൻ്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കുക, ഒറിജിനൽ കോസ്റ്റിൽ. പക്ഷേ ഇവിടെ റിട്ടേൺ ഡൗൺ വാല്യൂ ഓരോ വർഷം ഡിപ്രീസിയേഷൻ കുറച്ച് കിട്ടുന്ന എമൗണ്ടിലാണ് നമ്മൾ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത്.
ഇനി ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ ഇൻസ്റ്റാൾമെന്റ് സെയിം എവറി ഇയർ, എല്ലാ വർഷവും സെയിം എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ ചാർജ് ചെയ്യുക. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിലാണെങ്കിലോ ഡിപ്രീസിയേഷൻ ഇൻസ്റ്റാൾമെന്റ് ഗോസ് ഓൺ റെഡ്യൂസിങ് എവറി ഇയർ, എല്ലാ വർഷവും എന്ത് സംഭവിക്കുന്നുണ്ട്, ഡിപ്രീസിയേഷന്റെ എമൗണ്ട് കുറഞ്ഞു വരുന്നുണ്ട്. തേർഡ് ഡിഫറൻസ് എന്താണ്, ദ ബാലൻസ് ഇൻ ദ അസറ്റ് അക്കൗണ്ട് വിൽ റെഡ്യൂസ് ടു സീറോ അറ്റ് ദ എക്സ്പയറി ഓഫ് ദ വർക്കിംഗ് ലൈഫ് ഓഫ് ദ റെഡ്യൂസ് ടു സീറോ അസറ്റ്. അതായത് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് പ്രകാരം അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോയിലേക്ക് എത്തും. അതായത് എത്ര വർഷമാണ് ആ അസറ്റിന്റെ വാല്യൂ, ആ എത്ര വർഷം അതിന്റെ ലൈഫ് ഉണ്ട്, ആ ലൈഫ് കഴിഞ്ഞാൽ പിന്നെ അസറ്റിന്റെ വാല്യൂ സീറോ ആയിരിക്കും. ഇനി നമ്മുടെ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് പ്രകാരം ദ ബാലൻസ് ഇൻ ദ അസറ്റ് അക്കൗണ്ട് വിൽ നെവർ റെഡ്യൂസ് ടു സീറോ, ഒരിക്കലും സീറോ കാണിക്കുന്നില്ല. ഇനി നെക്സ്റ്റ് ഡിഫറൻസ്, ദ കമ്പൈൻഡ് കോസ്റ്റ് ഓൺ അക്കൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ആൻഡ് റിപ്പയേഴ്സ് ഈസ് ലോ ഡ്യൂറിംഗ് ദ ഇനീഷ്യൽ ഇയേഴ്സ് ആൻഡ് ഹൈ ഡ്യൂറിംഗ് ദ ലേറ്റർ ഇയേഴ്സ്. അതായത് കമ്പൈൻഡ് കോസ്റ്റ് ഡിപ്രീസിയേഷൻ അതേപോലെ റിപ്പയേഴ്സ് നോക്കുന്ന സമയത്ത് ലോ ആയിരിക്കും എവിടെ, ഇനീഷ്യൽ ഇയേഴ്സിൽ, പിന്നെ ഹൈ ഡ്യൂറിങ് ലേറ്റർ ഇയേഴ്സ്. അപ്പം നമ്മൾ ഡിപ്രീസിയേഷനും റിപ്പയർമെന്റും ഒന്നിച്ചാണ് കണക്കാക്കുന്നതെങ്കിൽ അതിനാണ് കമ്പൈൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അത് ഒന്നിച്ച് കണക്കാക്കുന്ന സമയത്ത് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് പ്രകാരം ആദ്യത്തെ വർഷങ്ങളിൽ കുറവും പിന്നത്തെ വർഷങ്ങളിൽ കൂടുതലായിരിക്കും. പക്ഷെ കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് മോർ ഓർ ലെസ് ഓർ ഈക്വൽ ത്രൂ ഔട്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഓരോ വർഷവും അത് കുറഞ്ഞു വരാനാണ് സാധ്യത. അല്ലെങ്കിൽ കൂടുതലാവാം, അല്ലെങ്കിൽ കുറവായിരിക്കാം, അല്ലെങ്കിൽ ഈക്വൽ ആവാം. ഒരിക്കലും എങ്ങനെ ആവില്ല, ഒരു ഇൻക്രീസിങ് ടെൻഡൻസി ആവില്ല. റിപ്പയർ ചാർജിനനുസരിച്ചിട്ടാണ് അവിടെ വരുന്നത്. ഡിപ്രീസിയേഷൻ കുറയും, റിപ്പയർ ചാർജ് കൂടും, അങ്ങനെയാണ് കോസ്റ്റ് വരിക. കാൽക്കുലേഷൻ ഓഫ് ദ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസിയാണ് നമ്മുടെ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് പ്രകാരം. കുറച്ച് ഡിഫിക്കൽട്ട് ആണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് പ്രകാരം. Then it is suitable for assets which get depreciated more on account of the expiry of time. അതായത് നമ്മൾ സാധാരണ ടൈമിനനുസരിച്ചിട്ട് എക്സ്പയറി വരുന്ന അസറ്റുകൾ, അതായത് ഓരോ വർഷം കഴിയുമ്പോഴാണ് അതിൻ്റെ ഡിപ്രീസിയേഷൻ കൂടുതലായിട്ട് സംഭവിക്കുന്നത്. അങ്ങനെ വരുന്ന അസറ്റുകൾക്ക് നമുക്ക് ഏറ്റവും നല്ലത് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡാണ്. ഇനി next method is suitable for asset. The diminishing balance method is suitable for asset which require heavy repairs. റിപ്പയർ ചാർജസ് വളരെ കൂടുതലാണ് വരുന്ന അസറ്റുകൾക്കാണ് ഏത് വേണ്ടത്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഇൻ ലാറ്റർ ഇയേഴ്സ് ഓഫ് ദെയർ വർക്കിംഗ് ലൈഫ്. സോ നമ്മൾ അസറ്റുകൾ തുടക്കത്തിലല്ല, അസറ്റ് ഉപയോഗിച്ച് വരുമ്പോൾ ഡിപ്രീസിയേഷൻ, അതായത് അതിൻ്റെ റിപ്പയർ ചാർജസ് ഒക്കെ കൂടുതലായിട്ട് വരുന്ന അസറ്റുകൾ ഉണ്ടായിരിക്കും. ആ അസറ്റുകൾക്കാണ് ഏറ്റവും നല്ലത് ഏതാണ്, ഈ പറയുന്ന ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് യൂസ് ചെയ്യാണ് ബെസ്റ്റ്. അപ്പോൾ ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആൻഡ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക് വരുന്നത് ചേഞ്ച് ഓഫ് മെത്തേഡ് ആണ്. സംടൈംസ് എ ഫേം may decide to change the method of depreciation it had adopted, that is it may change the method of depreciation from fixed installment method to reducing installment method. അതായത് നമ്മൾ കമ്പനികൾക്ക് ചിലപ്പോൾ ഒരു 5 വർഷം നമ്മൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് പ്രകാരമാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കിയത്. പിന്നെ തോന്നുകയാണ് ഇനി മുതൽ നമുക്ക് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് പ്രകാരം ചെയ്യാം എന്ന് തോന്നുകയാണെങ്കിൽ അത് ചെയ്യാൻ സാധിക്കും. അങ്ങനെ മെത്തേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മൾ അക്കൗണ്ടിൽ ചെയ്യേണ്ടി വരും. കാരണം ഇത്രയും വർഷം നമ്മൾ ഒരു മെത്തേഡ് ചെയ്തിട്ട് പെട്ടെന്ന് മെത്തേഡ് മാറുന്ന സമയത്ത് ചെറിയ ചില അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മൾ ചെയ്യേണ്ടി വരും. അതെന്തൊക്കെയെന്നാണ് നമുക്ക് പറയുന്നത്. Calculate the amount of depreciation already charged to the date of change account to old method. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറഞ്ഞ 3 വർഷമാണെങ്കിൽ 3 വർഷത്തിലെ ഡിപ്രീസിയേഷൻ ഏത് മെത്തേഡ് പ്രകാരം കാണുക, ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് അല്ലെങ്കിൽ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, ഏത് മെത്തേഡാണോ നമ്മൾ ആദ്യം ഇപ്പോൾ ഇതുവരെ ഇത്രയും വർഷം നമ്മൾ ഫോളോ ചെയ്ത മെത്തേഡ് എന്താ നോക്കുക, ആ മെത്തേഡ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ നമ്മൾ കണക്കാക്കുക. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന പുതിയ മെത്തേഡ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ കണക്കാക്കുക. പുതിയത് മെത്തേഡ് ഏതാ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ മെത്തേഡ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ കണക്കാക്കുക. That is, calculate the amount of depreciation that would have been charged under the new method now proposed to be adopted. Next,
If the amount of depreciation under the new method is more than that was the charge under the older method, such difference should be credited to the asset account in current year and debited to the profit and loss account. If the amount of depreciation under new method, പുതിയ മെത്തേഡ് പ്രകാരമുള്ള amount of depreciation എന്തായിരുന്നു, കൂടുതലാണ്. നമ്മൾ ആദ്യത്തെ മെത്തേഡിന്റെ ഡിപ്രീസിയേഷനേക്കാൾ കൂടുതലാണ് നമ്മുടെ പുതിയ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എമൗണ്ട് നമ്മൾ ഈ ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യും, അസറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ഈ ഡിഫറൻസ് ആ വർഷത്തെ അസറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. മനസ്സിലായോ? അതായത് ഈ നമ്മൾ പുതിയ മെത്തേഡ് പ്രകാരം എന്ത് സംഭവിച്ചിട്ടുണ്ട്, അസറ്റ് ഡിപ്രീസിയേഷന്റെ വാല്യൂ കൂടുതലാണ് സംഭവിച്ചത് നമ്മൾ കണക്കാക്കിയ സമയത്ത്. അപ്പോൾ ആ ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ ചെയ്യുക, അസറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം. ഇനി ഇഫ് ഓൺ ദ അതർ ഹാൻഡ് നമുക്ക് അസറ്റ് അക്കൗണ്ട് മാത്രമേ ചെയ്യാൻ വരാറ് സാധാരണ. അപ്പോൾ ആ അക്കൗണ്ടിൽ എന്ത് ചെയ്താൽ മതി, ക്രെഡിറ്റ് ചെയ്താൽ മതി, ക്രെഡിറ്റ് ചെയ്യാം. ഇനി നമുക്ക് നോക്കാം, ചിലപ്പോൾ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ പുതിയ മെത്തേഡ് പ്രകാരം കുറവും പഴയ മെത്തേഡ് പ്രകാരം കൂടുതലാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, ദ ഡിഫറൻസ് ഷുഡ് ബി ഡെബിറ്റഡ് ടു ദി അസറ്റ് അക്കൗണ്ട്. നമ്മൾ അസറ്റ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, ആ ഡിഫറൻസ് ഡെബിറ്റ് ചെയ്യണം ഇൻ കറണ്ട് ഇയർ ആൻഡ് ക്രെഡിറ്റഡ് ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം. അതായത് നമുക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ഇതുവരെ ഏത് മെത്തേഡാണോ ഫോളോ ചെയ്തത് അത് പ്രകാരം ഡിപ്രീസിയേഷൻ കണക്കാക്കുക, എത്ര വർഷത്തെ അത്രയും വർഷത്തെ. അതിനുശേഷം നമ്മൾ പുതിയ മെത്തേഡ് ഏതാ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ മെത്തേഡ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ കണക്കാക്കുക. എന്നിട്ട് ലേറ്റസ്റ്റ് മെത്തേഡ് പ്രകാരം തന്നെ ലെഡ്ജർ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഡിപ്രീസിയേഷൻ കാണാൻ പറ്റും. അങ്ങനെ രണ്ട് മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കണ്ടു കഴിഞ്ഞാൽ രണ്ടും കൂടി കമ്പയർ ചെയ്യാം. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ പുതിയ മെത്തേഡ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ കൂടുതലാണെന്ന് വിചാരിക്കുക. പഴയ മെത്തേഡ് പ്രകാരമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഡിഫറൻസ് ക്രെഡിറ്റ് ചെയ്യുക അസറ്റ് അക്കൗണ്ടിൽ. ഇനി നേരെ തിരിച്ചാണ്, പുതിയ മെത്തേഡ് പ്രകാരം കുറവും പഴയ മെത്തേഡ് പ്രകാരം കൂടുതലാണെങ്കിൽ അത് എന്ത് ചെയ്യണം, നമ്മൾ അസറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക, അസറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. As the difference in depreciation amount is adjusted to the current value of asset in the asset account, the asset would appear in new value. അപ്പോൾ നമ്മൾ ആ അഡ്ജസ്റ്റ്മെന്റ് എവിടെ കാണിക്കുകയാണ്, നമ്മൾ ഈ പറയുന്ന ഏത് വർഷമാണോ അവസാനത്തെ വർഷം ആ അവസാനത്തെ വർഷത്തെ അക്കൗണ്ടിലാണ് നമ്മളിത് കാണിക്കുക. ലാസ്റ്റ് ഇയറിലെ അക്കൗണ്ടിൽ അസറ്റ് അക്കൗണ്ട് നമ്മൾ പുതിയ മെത്തേഡ് ഏതാ വെച്ചാൽ ആ പ്രകാരം ഉണ്ടാക്കുക. എന്നിട്ട് ഈ പറയുന്ന ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് അത് ലാസ്റ്റ് ഇയറിൽ നമ്മളത് പോസ്റ്റ് ചെയ്യും. ഡെബിറ്റ് ആണെങ്കിൽ ഡെബിറ്റ്, ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ്. അപ്പം നമ്മുടെ അക്കൗണ്ട് കറക്റ്റ് ഫിഗർ കാണിക്കും. ദ അസറ്റ് അക്കൗണ്ട് വിൽ അപ്പിയർ അറ്റ് എ ന്യൂ വാല്യൂ. പുതിയ വാല്യൂവിൽ അസറ്റ് അക്കൗണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിലൊരു പ്രോബ്ലം ആണ് ശരത് ആൻഡ് സൺസ്. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ മെത്തേഡ് മാറുമ്പോൾ ഡിപ്രീസിയേഷൻ്റെ മെത്തേഡ് നമ്മൾ ഇടയിൽ മാറ്റുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നാണ്. ശരത് ആൻഡ് സൺസ് പർച്ചേസ്ഡ് എ കാർ ഫോർ ₹1 lakh. 1,00,000 രൂപയ്ക്ക് കാർ വാങ്ങിച്ചു. 1st January 2015 ദ കാർ വാസ് ഡിപ്രീസിയേറ്റഡ് അറ്റ് 10%. ജനുവരി 1 2015 എന്ത് സംഭവിച്ചിട്ടുണ്ട്, കാറിന് 10% ഡിപ്രീസിയേഷൻ സംഭവിച്ചു. അണ്ടർ ദ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഓൺ January 1, 2018 they wanted to change the method of depreciation from reducing balance method to straight line method without changing the rate. അപ്പോൾ പെർസെൻറ്റേജിന് മാറ്റം വരുത്താതെ നമ്മൾ എന്ത് തീരുമാനിച്ചു, അവർ മുൻ വർഷങ്ങളിൽ ഏതാണോ ആ മെത്തേഡ് മാറ്റിയിട്ട് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് മാറ്റിയിട്ട് എന്താക്കാൻ തീരുമാനിച്ചു, ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പം നമുക്ക് ആൾറെഡി ഫോളോ ചെയ്തിരുന്ന മെത്തേഡ് എന്താണോ അത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യാം, 2018 തീരുമാനിച്ചിരിക്കുന്നത്. 2015 നമ്മൾ എന്ത് ചെയ്തു, അസറ്റ് വാങ്ങിച്ചു. എന്നിട്ട് 2018 നമ്മൾ എന്ത് തീരുമാനിച്ചു, മെത്തേഡ് മാറ്റാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പം നമ്മൾ ഈ രണ്ട് മെത്തേഡ് പ്രകാരം ഈ 3 വർഷത്തെ ഡിപ്രീസിയേഷൻ കണക്കാക്കണം. സോ ആദ്യം നമ്മൾ ഇതുവരെ ഫോളോ ചെയ്ത മെത്തേഡ് ഏതാണോ ആ മെത്തേഡ് പ്രകാരം കാണുക. പിന്നെ പുതിയ മെത്തേഡ് ഏതാണോ, പുതിയ മെത്തേഡ് ഏതാ വെച്ചാൽ അത് പ്രകാരം നമ്മൾ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഓക്കെ, നമ്മൾ ഏതാ നോക്കണ്ട, നമുക്ക് രണ്ട് മെത്തേഡ് പ്രകാരം ഇത് അറിയണം. സോ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് നമുക്ക് കണക്കാക്കാൻ എളുപ്പമാണ്. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡാണ് നമ്മളിങ്ങനെ ചെയ്ത് വരണം. സോ നമുക്ക് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് പ്രകാരമുള്ള നോക്കാം, നമുക്ക് എങ്ങനെ ഡിപ്രീസിയേഷൻ ചെയ്തിരിക്കണം നോക്കാം.
അസറ്റ് അക്കൗണ്ട് ഉണ്ടാക്കുക. നമുക്ക് ചെയ്യാനുള്ളത് 2 മെത്തേഡ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ കണക്കാക്കുക, എന്നിട്ട് അതിന്റെ ഡിഫറൻസ് കാണുക, എന്നിട്ട് ആ ഡിഫറൻസ് അസറ്റ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ നമുക്ക് കണക്കാക്കാൻ എളുപ്പമാണ്. നമുക്ക് ഈ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡാണ് നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ അസറ്റ് അക്കൗണ്ട് നമ്മളോട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2015 മുതൽ 2018 വരെയുള്ള അസറ്റ് അക്കൗണ്ട് കാണിക്കണം. അപ്പോൾ നമ്മൾ ഇതുവരെ ഫോളോ ചെയ്ത മെത്തേഡ് എന്തായിരുന്നു? ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡാണ്, 10%. സോ അത് പ്രകാരമുള്ള അസറ്റ് അക്കൗണ്ട് നമ്മൾ ആദ്യം ചെയ്യാം. കാറിന്റെ അക്കൗണ്ടാണ്, ഡിമിനിഷിംഗ് മെത്തേഡ് പ്രകാരമാണ്. അപ്പോൾ നമ്മൾ ജനുവരി 1, 2015 കാറ് വാങ്ങിച്ചു. വേറെ ഒന്നും അതിൽ പറഞ്ഞിട്ടില്ല, 10% ഡിപ്രീസിയേഷൻ അല്ലേ? അപ്പോൾ ടു ബാങ്ക് അക്കൗണ്ട് എഴുതുക. പിന്നെ ആ വർഷം 31-ാം തീയതിയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ എഴുതണം? ബൈ ഡിപ്രീസിയേഷൻ. എമൗണ്ട് എങ്ങനെ വരിക? എമൗണ്ട് വരുന്നത് 1,00,000-ന്റെ 10%. എത്രയാണ് 1,00,000-ന്റെ 10%? 10,000. 10% of rupees 1 lakh, that is 10,000. അതാണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും കൂടി ചെയ്യാണ്. അപ്പോൾ 10,000 ചെയ്തു. ബാലൻസ് ക്യാരിഡ് ഔട്ട് 90,000 വന്നു. അത് അടുത്ത വർഷം പോസ്റ്റ് ചെയ്തു 90,000. അതിന്റെ മുകളിൽ ആ വർഷം ഡിപ്രീസിയേഷൻ കണക്കാക്കി. 90,000 10% എത്രയാണ്? 9,000. അത് ബാലൻസ് ക്യാരി ഡൗൺ ചെയ്തു. സെയിം തന്നെ 90,000 9,000 പിന്നെ 90,000 9,000 കുറച്ചാൽ 81,000 ആവും. അപ്പോൾ ആ വർഷത്തെ ബാലൻസ് എമൗണ്ട്. ആ ബാലൻസ് നമ്മൾ അടുത്ത വർഷത്തേക്ക് ബ്രോഡ് ഫോർവേഡ് ചെയ്തു. അപ്പോൾ എത്ര വന്നു? 81,000. അപ്പോൾ 3 വർഷമായി. 2017 വരെ നമ്മൾക്ക് ചെയ്യണ്ടു. ഇനി 2018 വരെ ചെയ്യാനുണ്ട്. അപ്പോൾ ടു ബാങ്ക് അക്കൗണ്ട് എഴുതി. പിന്നെ ആ വർഷത്തെ ഡിപ്രീസിയേഷൻ 81,000-ന്റെ 10%. എത്രയാണ്? 8,100. വീണ്ടും ബാലൻസ് ചെയ്തു 72,900. അപ്പോൾ നമുക്ക് ബുക്ക് വാല്യൂ എത്രയാണ്? ബാങ്ക് അക്കൗണ്ട് വന്നിട്ട് 72,900. ഇതുവരെ നമ്മൾ ചെയ്യാം. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോവാം. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 2 മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കണക്കാക്കണം. നമ്മളിപ്പോൾ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് പ്രകാരം ഇതുവരെയുള്ള ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. എത്ര എമൗണ്ട് ഉണ്ട് ഇതുവരെയുള്ള ഡിപ്രീസിയേഷൻ നോക്കുക. സോറി 72,900 ആണ് ലാസ്റ്റ് എമൗണ്ട്. അതിന്റെ ഡിപ്രീസിയേഷൻ വന്നിട്ടുള്ളത് 2018 വരെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. 2018 മുതൽ നമ്മൾ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിലേക്ക് മാറുക ചെയ്യുന്നത്. സോ 2018 വരെയുള്ള എൻട്രീസ് ആണ് ഇപ്പോൾ ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ 2018 സ്ട്രേറ്റ് ലൈൻ മെത്തേഡിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡിൽ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 72,900 മാത്രം എഴുതാം. ബാക്കി എഴുതുന്നതിന് മുന്നേ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് നോക്കാം. അഡ്ജസ്റ്റ്മെന്റിൽ നമ്മൾ പറയുന്നത് ഇഫ് the firm has followed fixed installment method. നമ്മളിപ്പോൾ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചു. ഇനി ഈ കമ്പനി ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആണ് ആദ്യം മുതൽ ഫോളോ ചെയ്തിരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ഡിപ്രീസിയേഷൻ എന്നാണ്. സോ നമ്മൾ നോക്കുക, ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഒറിജിനൽ കോസ്റ്റ് 1 lakh ആണ് ഈ അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ ഒറിജിനൽ കോസ്റ്റ് മുകളിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത് എത്രയാണ്? 10% ഡിപ്രീസിയേഷൻ ആണ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് പറഞ്ഞാൽ എല്ലാ വർഷവും ഒരേ സംഖ്യയാണ് ഡിപ്രീസിയേഷൻ ആയിട്ട് എഴുതുക. അപ്പോൾ ഈ 1,00,000-ന്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10,000 ആണ്. അപ്പോൾ ഈ 3 വർഷം എന്താ ഫോളോ ചെയ്യേണ്ടത്? 10,000 ആണ് എഴുതേണ്ടത് അല്ലേ? 3 വർഷത്തെ 10,000 പറഞ്ഞാൽ എത്രയായി? 30,000 ആണ് 3 വർഷത്തെ ഡിപ്രീസിയേഷൻ വരുന്നത്. ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 10% ഡിപ്രീസിയേഷൻ ആണ് അവിടെ ചാർജ് ചെയ്തിട്ടുള്ളത്. അത് സെയിം എമൗണ്ട് ആയിരിക്കും എല്ലാ വർഷവും വരിക. സോ 1 ലാഖിന്റെ 10% എന്ന് പറയുന്നത് 30,000 ആണ്. സോ 70,000 ആണ് നമ്മുടെ അസറ്റിന്റെ വാല്യൂ. ജനുവരി 1, 2018 അസറ്റിന്റെ വാല്യൂ, കാറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 70,000 ആണ്. അതാണ് ഇവിടെ ഫസ്റ്റ് നോട്ട് പറഞ്ഞിട്ടുള്ളത്. ഇഫ് ദ ഫേം ഹാഡ് ഫോളോഡ് ദ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്, നമ്മളിപ്പോൾ തുടക്കം തൊട്ടിട്ടേ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്കിൽ കമ്പനിയുടെ അസറ്റിന്റെ വാല്യൂ എത്രയായിരുന്നു? ജനുവരി 1, 2018 എത്രയാവും? 70,000 ആവും അല്ലേ? 70,000 ആവും. പക്ഷെ നമുക്ക് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് പ്രകാരം
2018 ജനുവരി 1 എന്താ അസറ്റിന്റെ വാല്യൂ വരുന്നത് 72,900 ആണ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് പ്രകാരം ശരിക്കും എത്രയേ ഉള്ളൂ വാല്യൂ 70,000 ഉള്ളൂ. പക്ഷെ നമ്മൾ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഡിപ്രീസിയേഷൻ ആണ് ഫോളോ ചെയ്യുന്നത് വെച്ചാൽ ജനുവരി 1 2018 അസറ്റിന്റെ വാല്യൂ എന്താ വരിക 70,000 ആണ് വരിക. ഇനി ബട്ട് ഫ്രം ദ കാർ അക്കൗണ്ട് യു ക്യാൻ ഫൈൻഡ് ദ ഓപ്പണിംഗ് ബാലൻസ് ഓൺ 1st January 2018 is 72,900 അല്ലെ. നമുക്ക് കാണാം 72,900 ആണ് ഈ പറയുന്ന കാറിന്റെ diminishing balance method പ്രകാരം വരുന്ന വാല്യൂ. This means that under the written down value method, the amount of depreciation charged during the 3 years was rupees 2,700. അതായത് 1 lakh എന്ത് മൈനസ് ചെയ്യുക 72,900 മൈനസ് ചെയ്താൽ 72,900 ആണ് എന്ത് വാല്യൂ ലാസ്റ്റ് വാല്യൂ. തുടക്കത്തിൽ അസറ്റിന്റെ വാല്യൂ എത്രയാണ് 1 ലക്ഷം വരുന്ന അസറ്റ് 3 കൊല്ലം കഴിഞ്ഞപ്പോൾ എത്രയായി ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് പ്രകാരം 72,900 ആയി അല്ലേ. അപ്പൊ നമ്മുടെ ഡിപ്രീസിയേഷൻ 3 കൊല്ലത്തിന് ചാർജ് ചെയ്തത് എത്രയായിരിക്കും 27,100 ആണ്. നമുക്ക് ആഡ് ചെയ്താൽ അതന്നെ കിട്ടും 27,100 ആണ് നമ്മൾ 3 വർഷം ഡിപ്രീസിയേഷൻ ആയിട്ട് കണക്കാക്കിയത്. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ വരിക 10,000 9,000 അതേപോലെ 19,000 ആയി 26,100. അപ്പൊ അങ്ങനെ നമ്മൾ എമൗണ്ട് വരുമ്പോൾ എത്ര വരുന്ന പറഞ്ഞത് എമൗണ്ട് ശരിക്കും നോക്കി വരുമ്പോൾ 27,100 26 അല്ല 27,100 ആണ് വരിക. കാരണം എങ്ങനെയാ 1 lakh ആയിരുന്നു നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് പ്രകാരം. പിന്നെ ജനുവരി 1 ആയപ്പോൾ എത്രയായി 72,900 ആയി. അപ്പൊ 3 വർഷത്തെ ഡിപ്രീസിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം 1 lakh മൈനസ് 72,900 അല്ലെങ്കിൽ 3 വർഷത്തെ ഡിപ്രീസിയേഷൻ കൂട്ടിയാലും ഒരേ എമൗണ്ട് ആണ്. അപ്പൊ രണ്ട് ഡിഫറൻസ് എത്ര വരിക 27,100. സോ നമ്മൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് പ്രകാരം 30,000 ആണ് ഡിപ്രീസിയേഷൻ. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് പ്രകാരം 27,100 ആണ് ഡിപ്രീസിയേഷൻ. അപ്പൊ നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തിരുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. അപ്പൊ നമ്മുടെ പഴയ മെത്തേഡ് പ്രകാരം 27,100 ആണ്. പുതിയ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ ആണ് കൂടുതൽ വരുന്നത്. പഴയ ഇതിലുള്ള എന്താണ് കുറവാണ്. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു എമൗണ്ട്. അപ്പൊ ഈ പറയുന്ന പഴയ മെത്തേഡും പുതിയ മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 2,900 ആണ്. സോ അത് നമ്മൾ എന്ത് ചെയ്യണം ഈ പറയുന്നത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിച്ചിരിക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പുതിയ മെത്തേഡ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ കൂടുതലും പഴയ മെത്തേഡ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ കുറവുമാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് ബാലൻസ് ഷീറ്റിൽ നമ്മുടെ ഈ അക്കൗണ്ടിൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. അഡീഷണൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് 2,900 നമ്മൾ കാണിച്ചിരിക്കണം. അതെന്താ ചെയ്യേണ്ടത് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അസറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക. കാറിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക. നമ്മളത് ഇവിടെ പറഞ്ഞു. ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ അണ്ടർ ന്യൂ മെത്തേഡ് the amount of depreciation under new method is more than the amount of depreciation under old method. നമ്മൾ മൂന്നാമത്തെ പോയിന്റ് such difference should be credited to the asset account. നമ്മൾ അത് asset account ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ ഡിഫറൻസ് ക്രെഡിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പറഞ്ഞിട്ട് നമ്മൾ ഡിഫറൻസ് ക്രെഡിറ്റ് ചെയ്യുക. 2018 നമ്മൾ അസറ്റ് എന്ത് ചെയ്യുന്നത് മാറ്റം വരുത്തുന്നത് അല്ലെ മെത്തേഡ് ഡിപ്രീസിയേഷന്റെ മെത്തേഡ് മാറ്റം വരുത്തുന്നത് 2018 അപ്പോൾ ആ വർഷത്തെ ഡിപ്രീസിയേഷൻ 10,000 ആണ്. നമ്മൾ പറഞ്ഞു ഒരു കറക്റ്റ് എല്ലാ വർഷവും ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് പ്രകാരം എല്ലാ വർഷവും 10,000 ആണ് ഡിപ്രീസിയേഷൻ വരിക. മെത്തേഡ് പഴയ മെത്തേഡ് പ്രകാരം എന്തായിരുന്നു ഡിമിനിഷിംഗ് മെത്തേഡ് പ്രകാരമാണ് ഓരോ വർഷത്തെ ഡിപ്രീസിയേഷനും വ്യത്യാസം വരുള്ളൂ. അപ്പോൾ ഇവിടെ 10,000 ആണ് വരിക പുതിയ മെത്തേഡ് പ്രകാരം. എന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്യുക. അപ്പോൾ 60,000 വരും. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ള കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു എമൗണ്ട് ഓഫ് ഡിഫറൻസ്, അതായത് രണ്ട് മെത്തേഡും നമ്മൾ കമ്പയർ ചെയ്യുക. രണ്ട് മെത്തേഡ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക. പുതിയ മെത്തേഡ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ കൂടുതലാണെങ്കിൽ നമ്മളത് ക്രെഡിറ്റ് ചെയ്യുക. ഇനി പഴയ മെത്തേഡ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ ആണ് കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമ്മളത് ഡെബിറ്റ് ചെയ്യാം. ഇതാണ് പ്രോബ്ലം ഡിപ്രീസിയേഷൻ്റെ ചേഞ്ച് ഓഫ് മെത്തേഡ്. നമ്മൾ ഈ ചാപ്റ്റർ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ മെത്തേഡിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തുകയാണ്. നമ്മൾ തുടക്കത്തിലെ മെത്തേഡിൽ നിന്ന് വല്ല വ്യത്യാസം വരുത്തുകയാണ് പിന്നീട് എങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം.